നമ്മുടെ സൊസൈറ്റി ചില കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരാളെ നോക്കിയിട്ട് അവൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയ പോലെയാണ് ഈ ഒരു സൊസൈറ്റി വന്നിട്ട് ചോദ്യം ചോദിക്കുന്നത്. ആൾക്കാരൊക്കെ അയ്യോ ഡൈവേഴ്സ് ആയോ, എന്തോ വലിയ സംഭവം നടന്ന പോലെ ആ ടോണിലൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരാൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ട് ചുറ്റുപാടിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികൾ ചേരുന്ന ഒരു പ്രോസസ്സാണ് മാരേജ്. ഇപ്പോൾ രണ്ട് ആറ്റംസ് വന്നിട്ട് കൊളൈഡ് ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ രണ്ടും ഡിസ്ട്രോയ് ആയി പോകും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കണം. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽപ്പെട്ട് നമ്മൾ ഡിസ്ട്രോയ് ആകുന്നതിനും ഭേദം ഡൈവേഴ്സ് ചെയ്യൽ തന്നെയാണ്. കാരണം ആ ഒരു മൊമെൻറ്റ് തൊട്ട് ഇയാൾ ഹീലാവാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇയാൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് മെൻ ഫോർ മീ എന്ന് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുകയാണ്. അയാളെ വീണ്ടും തളർത്താതിരിക്കുക. നമ്മുടെ സൊസൈറ്റി ശരിക്കും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കാണുമ്പോൾ പരിതാപമായിട്ട് നോക്കല്ല വേണ്ടത്, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. ഈ സൊസൈറ്റിയിലെ ആളുകളുടെ നാക്കിനെ പേടിച്ചിട്ട് ഡൈവേഴ്സ് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് അവസാനം ചെന്നെത്തുന്ന മർഡറിലും സൂയിസൈഡിലും അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെ തന്നെയാണ്. സോ ഇതൊന്നും ചെയ്യാതെ ഇതിൽ നിന്ന് പുറത്ത് വരാൻ ഗട്ട്സ് കാണിച്ച ആ ഒരു വ്യക്തിനെ നമ്മൾ എന്തായാലും കൺഗ്രാജുലേറ്റ് അല്ലേ ചെയ്യേണ്ടത്.